ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ നിറസാന്നിധ്യമായിരുന്ന നടിയാണ് സോന. തമിഴിലൂടെയാണ് സോന ഹൈഡന്റെ കരിയർ ആരംഭിച്ചത്. അജിത് നായകനായ പൂവെല്ലാം ഉൻവാസം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. പിന്നീട് വിജയ് നായകനായ ഷാജഹാനിലും അഭിനയിച്ചു. അധികം വൈകാതെ തന്നെ മലയാളം ഉൾപ്പെടെയുള്ള തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം സോന താരമായി മാറുകയായിരുന്നു. ഗ്ലാമർ വേഷങ്ങളിലൂടെയാണ് സോന പ്രേക്ഷകരുടെ കയ്യടി നേടിയത്. 2000 മുതൽ 2015 വരെയുള്ള കാലയളവിൽ അഭിനയത്തിൽ സജീവമായിരുന്നു. സിനിമയ്ക്ക് പുറമെ ടെലിവിഷനിലും സോന അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്തു. ഇപ്പോഴിതാ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സോന തിരികെ വരികയാണ്. OTT-യിലൂടെയാണ് സോനയുടെ തിരിച്ചുവരവ്. സ്മോക്ക് എന്ന വെബ് സീരീസ് എഴുതി സംവിധാനം ചെയ്താണ് തിരിച്ചുവരവ്. തന്റെ തന്നെ ജീവിതകഥയാണ് സോന ഈ സീരീസിലൂടെ പറയുന്നത്. ഇതിനിടെ പ്രമുഖ നടൻ വടിവേലുവിനെ കുറിച്ച് സോന പറഞ്ഞ വാക്കുകൾ ചർച്ചയാവുകയാണ്. വടിവേലുവിനൊപ്പം രജനീകാന്ത് നായകനായി കുസേലൻ എന്ന ചിത്രത്തിലാണ് സോന അഭിനയിച്ചത്. ഇരുവരുമായുള്ള കോമഡി രംഗങ്ങൾ വളരെ ഹിറ്റായിരുന്നു. ഗ്ലാമർ വേഷത്തിലും സോന കയ്യടി നേടി. എന്നാൽ ഇനിയൊരിക്കലും താൻ വടിവേലുവിനൊപ്പം അഭിനയിക്കില്ലെന്നാണ് സോന പറയുന്നത്. കുസേലുവിന് ശേഷം വടിവേലുവിനൊപ്പം അഭിനയിക്കാൻ 16ഓളം സിനിമകൾ ഓഫർ വന്നു. എന്നാൽ താൻ നിരസിച്ചിരിക്കുകയാണ് സോന പറയുന്നു. തനിക്ക് 1 കോടി രൂപ തന്നാൽ പോലും വടിവേലുവിനൊപ്പം അഭിനയിക്കില്ല. പിച്ചയെടുത്ത് ജീവിക്കേണ്ടി വന്നാൽ വടിവേലുവിനൊപ്പം അഭിനയിക്കില്ല എന്ന് സോന പറയുന്നുണ്ട്. മുമ്പൊരഭിമുഖത്തിൽ സോന പറഞ്ഞ വാക്കുകൾ വീണ്ടും ചർച്ചയായി മാറുകയാണ്. എന്നാൽ എന്താണ് സോനയുടെ ഇത്തരത്തിലുള്ള പ്രതികരണത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല. വടിവേലിനൊപ്പം അഭിനയിച്ചപ്പോഴുണ്ടായ മോശം അനുഭവമാണ് നടിയുടെ ഈ നിലപാടിന് കാരണമെന്ന് കരുതുന്നു. അതേസമയം തൻ്റെ സ്വന്തം കഥ പറയുന്ന വെബ് സീരീസിൻ്റെ തിരക്കിലാണ് സോന ഇപ്പോൾ. സ്മോക്ക് എന്ന് പേരിട്ടിരിക്കുന്ന വെബ് സീരീസ് ഷാർക്ക് ഫിലിക്സ് OTT-യിലൂടെയാണ് റിലീസാകുന്നത്. അതിൻ്റെ ഭാഗമായ പ്രൊമോഷൻ പരിപാടികളിലും അഭിമുഖങ്ങളിലുമായി തിരക്കിലാണ് സോന ഇപ്പോൾ. ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക.